അച്ഛാ, ചെറുക്കനൊരു പെണ്ണ് നോക്കണ്ടേ? ആ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് പോയി കണ്ട്. ആ, കല്യാണം കഴിപ്പിക്കണം. പക്ഷേ അതിന് കുറച്ചുകൂടെ സമയം വേണ്ടി വരും. ഒരു 2 വർഷം കൂടെ കഴിഞ്ഞാലേ പറ്റുള്ളൂ. കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്നാൽ ശരി വരില്ല. അവർ കല്യാണം കഴിച്ച് മാറി താമസിക്കണം. അതാണ് എൻ്റെ ഒരു മര്യാദ. കാരണം ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളെന്ന് പറയുന്നത് അവർ കല്യാണം കഴിച്ച് വന്ന ഉടനെ തന്നെ അവർക്ക് ഭർത്താവിനെ സ്വന്തമായിട്ട് വേണം. അതൊരു തെറ്റൊന്നുമില്ല. എല്ലാ പെൺകുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭർത്താവിനെ സ്വന്തമായിട്ട് കിട്ടണം. അപ്പോൾ നമ്മളത് അറിഞ്ഞു കണ്ട് പെരുമാറിയാൽ നമുക്ക് ആ ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റും. നമ്മളെന്തായാലും അവന് വേണ്ടി അല്പം സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ടല്ലോ. അതിനകത്തിപ്പോൾ അവന് ജോലി ഉണ്ടല്ലോ. അവനൊരു ലോൺ എടുത്ത് അതിനകത്തൊരു വീട് വെച്ചതിന് ശേഷം നമുക്ക് കല്യാണം കഴിപ്പിച്ച് അവരെ അവിടെ താമസിപ്പിക്കാം. ഒരു വിളിപ്പാടകലെ തന്നെയല്ലോ. ഇടവെന്ന് വിളിച്ചാൽ ഓടി വരത്തക്ക ദൂരം ഉണ്ടല്ലോ. നമ്മൾ നമ്മളെ വീട്ടിൽ ഇരുത്തി കഴിഞ്ഞാൽ ഉള്ള ബന്ധങ്ങളില്ലാതെ ആവുകയുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രശ്നങ്ങളാവും. ഇപ്പം നിങ്ങൾ അവൻ കല്യാണം കഴിക്കണമെന്നൊന്നും പറയുന്നില്ല. നീ തന്നെ അവനായിട്ട് കല്യാണം കഴിക്കേണ്ടത് ചോദിച്ചു വെച്ചാണ് അവൻ ഈ ആഗ്രഹത്തിലേക്ക് വന്നത്. കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ അവളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങും. പിന്നെ അവൾ പിറ്റേന്ന് കാലത്ത് ഉറക്കമൊഴിച്ചാൽ മുതൽ പ്രശ്നങ്ങൾ. എന്തിനാണ് വെറുതെ? നേരത്തേക്കെന്ന് പറഞ്ഞാൽ അമ്മാവി പോര് മാത്രമേ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന ആൾക്കാർ പറഞ്ഞിരുന്നുള്ളൂ. ഇപ്പോൾ അമ്മാവൻ ഒളിഞ്ഞു നോക്കിയെന്നും കൂടെ പറയാൻ തുടങ്ങി. ഞാൻ 10-60 വയസ്സായി. എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എവിടം വരെ എത്തിയത്. എനിക്ക് വയസ്സുകാലത്തൊന്നും ജയിലിൽ കിടക്കാനൊന്നും വയ്യ. അതുകൊണ്ട് ദയവായി ഞാൻ പറഞ്ഞു കേൾക്കും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണിത്. കല്യാണം കഴിപ്പിച്ച് ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല. നമ്മളവന് സ്ഥലം വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ ലോണെടുത്ത് അവിടെ ഒരു വീട് വെച്ച് അവിടെ ഒരു കല്യാണം കഴിച്ച് വന്ന് താമസിച്ചോട്ടെ. സ്നേഹം നിലനിൽക്കും, ബഹുമാനം നിൽക്കും. അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. കൂടെ താമസിച്ചാൽ പ്രശ്നങ്ങൾ വരും. നേരം വെളുത്ത് തുടങ്ങിയാൽ നിനക്ക് പ്രശ്നം ഉണ്ടാവും, അവൾക്ക് പ്രശ്നം ഉണ്ടാവും. പിന്നെ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് എത്തും. അതിനേക്കാൾ നല്ലത് സ്വല്പം മാറിയിരിക്കുന്നതല്ലേ. ആലോചിക്കുക. ഞാൻ എന്തായാലും സമ്മതിക്കില്ല. ഉടനെ കല്യാണത്തിന് വീട് വെച്ചതിന് ശേഷം സമ്മതിക്കുള്ളൂ. പിന്നെ ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ആ